ഹായ് ഹലോ, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മുടെ ഹേവൻ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഞങ്ങൾ എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തതെന്നാട്ടോ കാണിക്കുന്നത്. എല്ലാ വർഷവും നമ്മൾ കുറേശ്ശെയൊക്കെ ഡെക്കറേഷൻസ് ചെയ്യാറുണ്ട്, ഏതെങ്കിലുമൊക്കെ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ ഡേയ്സിൻ്റെ ഭാഗമായിട്ടൊക്കെ. അപ്പോൾ ക്രിസ്മസും നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. എവ്രി ഇയർ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിക്കുമല്ലോ, അത് വെച്ച് ഡെക്കറേഷൻസ് ഇങ്ങനെ കൂട്ടി വരികയാണ്. അപ്പോൾ ഇത്തവണയും നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചു, കുറച്ച് സാധനം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടി വെച്ച് ഞങ്ങൾ ഹേവനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു ഫോർ ദിസ് ക്രിസ്മസ്. ബേസിക്കലി ഞങ്ങൾക്ക് ക്രിസ്മസിന്റെ സെലിബ്രേഷൻ ഒന്നുമില്ല. ക്രിസ്മസിന് മാത്രമല്ല, ഒരു 1 ഇയറിലേക്ക് നമുക്ക് ഒരു സെലിബ്രേഷൻസും ഇല്ല. കാരണം 2025 ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫാമിലിയിൽ നിന്ന് നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള 2 പേരും നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അപ്പൊ അതുകൊണ്ട് 1 ഇയർ നമുക്ക് സെലിബ്രേഷൻസ് ഒന്നും തന്നെ ഇല്ല. പക്ഷെ എന്നാലും ഈ ഒരു സീസൺ ആയപ്പോൾ വീട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം, കാരണം നമ്മുടെ ഒരു മൂഡും മാറും. അതുപോലെ ഒരു സീസൺ അനുസരിച്ചിട്ട് വീടിന്റെ അകമൊക്കെ ഒന്ന് മാറ്റി കഴിയുമ്പോൾ, അല്ലെ ഡെക്കറേഷൻസ് ഒക്കെ ഒന്ന് മാറ്റി കഴിയുമ്പോൾ ഓവറോൾ നമുക്ക് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുമല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാട്ടോ നമ്മൾ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നത്. ബേസിക്കലി എനിക്ക് വീട്ടിലിങ്ങനെ സീസൺ അനുസരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റുക, ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോൾ ഡെക്കറേറ്റ് ചെയ്യുക. ഇനി അന്നും ഇല്ലെങ്കിൽ പോലും വെറുതെ ഒന്ന് ഈ ഡെക്കോർ പീസസ് ഒക്കെ ഒന്ന് മാറ്റി വെക്കുന്നതും ഓർഗനൈസ് ചെയ്യുന്നതൊക്കെ ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ ക്രിസ്മസ് സീസൺ ആണ് ജോയ്ക്ക് ഏറ്റവും ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കാണാൻ ഇഷ്ടമുള്ളൊരു സീസൺ. അപ്പൊ ജോയുടെ ആ ഒരു എനർജിയും കൂടെ വരുമ്പോൾ ഇത്തവണ ഭയങ്കര ഡബിൾ എനർജി ആയിരുന്നു എനിക്ക്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാക്സിമം നമുക്ക് പറ്റാവുന്ന അത്രയും കാര്യങ്ങൾ ഇത്തവണ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഫസ്റ്റ് ഡേ നമ്മൾ ട്രീയും സ്റ്റാറും ഒക്കെ ഇട്ടു. പിന്നീട് ഒരു ദിവസമാണ് ബാക്കി ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നത്. നമ്മൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് കംപ്ലീറ്റ്ലി അങ്ങോട്ട് തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ ട്രീ ഞങ്ങൾ ബ്രോഡ്വേയിൽ നിന്ന് മേടിച്ചാട്ടോ. ഇപ്പൊ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ഞങ്ങൾ ബ്രോഡ്വേയിൽ പോകുന്നുണ്ട്. ഒരു ഡിസംബർ ആദ്യം അല്ലെങ്കിൽ നവംബർ ലാസ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോൾ. ഒന്നാമത്തെ കാര്യം അവിടുത്തെ ഒരു ക്രിസ്മസ് വൈബ് അത് പറയാതിരിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡെക്കറേഷൻ ഐറ്റംസ് അവിടെ നിന്ന് കിട്ടുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ അവിടെ പോയി കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിക്കും. അങ്ങനെ മേടിച്ചാണ് ഈ ട്രീ. ഒരു 6 ഫീറ്റിന്റെ ട്രീ ആണ്. ഇതിന്റെ റേറ്റ് ഞാൻ അത്ര ഓർക്കണില്ല. മേത്തർ സ്ട്രീറ്റിൽ നിന്ന് തന്നെയാണ് മേടിച്ചെന്ന് തോന്നുന്നു. അന്ന് ആ മേടിച്ച ട്രീയും അതുപോലെ കുറെ ഈ ട്രീയിൽ ഹാങ് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, അതുമൊക്കെ മേടിച്ചു. ഇത്തവണ പോയപ്പോഴും കുറച്ചൊക്കെ മേടിച്ചു. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ട്രീ നല്ല റിച്ച് ആക്കാനുള്ള ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സീരിയൽ ബൾബും കൂടി ഇടുമ്പോഴാണല്ലോ അതിന്റെ ഒരു കംപ്ലീഷൻ വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് കയ്യിലുണ്ടായിരുന്നത് ഒരു LED സ്റ്റാർ ആയിരുന്നു, പക്ഷെ അത് പോയി. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത്തവണ ഒരു വൈറ്റ് കളറിലെ ഈ വാൽ നക്ഷത്രം തന്നെ വേണമെന്ന്. എൻ്റെ വീട്ടില് അങ്ങനെ ട്രീ ഒന്നും വെക്കുന്നുണ്ടായിരുന്നില്ല, പക്ഷേങ്കിൽ എപ്പോഴും സ്റ്റാർ ഇടുമായിരുന്നു. ആ സ്റ്റാർ റെഡ് കളറിലെ ഒരു പേപ്പർ സ്റ്റാർ ആയിരുന്നു കേട്ടോ. എനിക്കെന്തോ ആ ഒരു ഓർമ്മ ഇങ്ങനെ ഒരു നല്ലൊരു ഓർമ്മ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്തവണ LED ഒന്നും വേണ്ട, നമുക്ക് നമ്മുടെ പഴയ പേപ്പർ സ്റ്റാർ തന്നെ മതിയെന്ന് തോന്നിയത്. അപ്പം അതും എനിക്ക് വൈറ്റ് കളറിലെ തന്നെ വേണം, വാൽനക്ഷത്രവും വേണം. ഇത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മേത്തർ സ്ട്രീറ്റിൽ പോയത്. എന്തായാലും എനിക്ക് അങ്ങനത്തെ അവിടെ പിന്നെ എന്തും കിട്ടുമല്ലോ. അപ്പം എനിക്ക് കറക്റ്റായിട്ട് ആ സ്റ്റാർ കിട്ടി. അതുകൊണ്ട് ഇത്തവണ നമ്മൾ ഇതാണ് ഹാങ് ചെയ്തത്. പിന്നെ ഞങ്ങളൊരു റെയിൻഡിയറിനെ മേടിച്ചിട്ടുണ്ടായിരുന്നു, LED ലൈറ്റ് ഒക്കെ വരുന്നത്. അത് ഹാങ് ചെയ്തില്ല, അതിന്റെ കണക്ഷനൊക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ചു. പിന്നെ മെയിൻ ഡോറിൽ ഒരു ക്രിസ്മസ് റീത്തും ഒരു ചെറിയ ബെല്ലും പിന്നെ ഒരു ചെറിയ ഒരു ഹാങ്ങിങ്, ഒരു മെറി ക്രിസ്മസ് എന്ന് എഴുതിയ ഒരു ഡെക്കോറും, ഇത്രയും കൂടെ വെച്ചപ്പം അത് കഴിഞ്ഞു. ഇനി അടുത്ത ദിവസം നമ്മൾ ചെയ്തതാണ് പുൽക്കൂട് വെക്കുക ആൻഡ് ബാക്കി എല്ലാ ഡെക്കറേഷൻസും. അപ്പൊ ഈ പുൽക്കൂട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് കുറേ വർഷം മുന്നേ മേടിച്ചതൊക്കെ ആയിരുന്നു. അപ്പൊ ഇത്തവണ നമ്മൾ പുതിയൊരെണ്ണം വാങ്ങി. ഇത് കോട്ടയത്ത്, ഞാൻ പറഞ്ഞില്ല എനിക്ക് ആ പേര് ഓർമ്മയില്ല, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയേക്കാം. അവിടുത്താണ് നമ്മൾ മേടിച്ചത്. ഇത് ശരിക്കും പ്ലാസ്റ്റിക് ആണ്. അത്ര ഒരു ഫീല് കൊണ്ടുവരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മേ ബി ഇല്ലായിരിക്കും. പക്ഷെ എന്തോ ഇത് കണ്ടപ്പോൾ നമ്മൾ ഓർത്തു ഇത്തവണ ഇങ്ങനെ ഒന്ന് മേടിക്കാം എന്ന്. നമുക്കിത് അസംബിൾ ചെയ്യാനൊക്കെ എളുപ്പമാണ്. അങ്ങനെ വൈറ്റ് കളറിലെ ഒരു കൂട മേടിച്ചത്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കച്ചിയും പിന്നെ ലെമൺ ഗ്രാസ് ഉണങ്ങിയതും ഒക്കെ ആട്ടോ വെച്ചിരിക്കുന്നത്. ആ ഒരു പുൽക്കൂടിന്റെ ഫീല് കുറച്ചുകൂടി കൊണ്ടുവരാൻ. എനിക്ക് തോന്നുന്നു ഇതിന്റെ റൂഫിൽ നമ്മൾ ഇത്തിരി എന്തെങ്കിലും അതുപോലെ ഇതർ കച്ചി അല്ലെങ്കിൽ പച്ച കളറിലെ എന്തെങ്കിലും ഒരു മാറ്റോ അല്ലെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസിന്റെ ഇതൊക്കെ കിട്ടില്ലേ, അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ കുറച്ചും കൂടി നന്നാവുമെന്ന് തോന്നുന്നു. എന്തായാലും ഇത്തവണ അങ്ങനെ ചെയ്തില്ല, നോക്കട്ടെ. പിന്നെ ഇതുപോലെ കുറച്ച് ലൈറ്റ് ഒക്കെ ഇട്ട് ഉണ്ണിയേശുവിനെ ഒഴിച്ച് ബാക്കി ആൾരൂപങ്ങളെല്ലാം നമ്മൾ വെച്ചു. അപ്പൊ ഉണ്ണിയേശുവിനെ 24th നൈറ്റ് നമ്മൾ വെക്കുള്ളൂ, അങ്ങനെയാണ് എന്താണ് ജോലിക്ക് പറഞ്ഞു തന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ പുൽക്കൂട് സെറ്റ് ചെയ്തു. പിന്നെ ഇനി ഈ റൂമിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മേജർ ചേഞ്ച്, ഒന്ന് ഈ സീറ്റിന്റെ പൊസിഷൻ ഒന്ന് മാറ്റണം, പിന്നെ നമ്മുടെ കുഷ്യൻ കവേഴ്സും ഒക്കെ ഒന്ന് മാറ്റണം.
അപ്പോൾ ആ ഒരു ക്രിസ്മസ് തീമിലുള്ള കുഷ്യൻ കവേഴ്സും അതുപോലെ ത്രോയും ഒക്കെ വരുമ്പോൾ തന്നെ കംപ്ലീറ്റ്ലി നമ്മുടെ റൂമിലോട്ട് ആ ഒരു ക്രിസ്മസ് സീസൺ വൈബ് കൊണ്ടുവരാൻ പറ്റുമല്ലോ. അപ്പൊ അതാണ് ഇപ്പൊ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഞാൻ ഇത്തവണ നമ്മൾ ബ്രോഡ്വേയിൽ പോയപ്പോൾ അവിടുത്തെ ഫാബൻ ഹോം എന്ന് പറയുന്ന ഷോപ്പിൽ നിന്ന് കുറച്ച് കുഷ്യൻ കവേഴ്സ് മേടിച്ചു. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് കവേഴ്സ് ഓൾറെഡി ആമസോണിൽ നിന്നുള്ളതും ഉണ്ടായിരുന്നു. അപ്പൊ അത് മിക്സ് ചെയ്ത് നമ്മൾ ആക്ച്വലി ഇവിടുത്തെ കുഷ്യൻ കവേഴ്സ് ഒക്കെ ഒന്ന് മാറ്റുക. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ഗ്രീൻ കളറിലല്ലേ, അത് ഫാബൻ ഹോമിൽ നിന്നൊക്കെയുള്ളതാണ്. അപ്പൊ എൻ്റെ കയ്യിൽ ലിങ്ക് ഉള്ളതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്തേക്കാം. പിന്നെ ഇത് നെസ്റ്റേഷ്യയുടെ ഒരു ത്രോ ആണ്. ഇത് ശരിക്കും ത്രോ ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണെങ്കിലും ഞാൻ ഇങ്ങനെ ആണ് യൂസ് ചെയ്തത്. കാരണം നല്ല കളറും നല്ല പ്രിന്റും അല്ലേ, അപ്പൊ വിരിക്കുമ്പോൾ നന്നായിട്ട് എടുത്ത് നിൽക്കുമല്ലോ. അപ്പൊ എനിക്ക് കുറച്ചും കൂടി ആ ഒരു ഫീൽ, ക്രിസ്മസ് ഫീൽ കിട്ടാൻ ഇങ്ങനെ ചെയ്താൽ നന്നാവുമെന്ന് തോന്നിയോണ്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്തത്. ഇനിയിപ്പം ഈ കോഫി ടേബിളും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. കോഫി ടേബിളിനകത്ത് നമ്മൾ ഒരു ഓഫ് വൈറ്റ് ത്രോയും പിന്നെ അതിൽ കുറച്ച് ഡെക്കോർ ഐറ്റംസും വെക്കുന്നുണ്ട്. അതിലെ ഡെക്കോർ ഐറ്റംസ് എല്ലാം നമ്മൾ ഇത്തവണ മേക്കർ സ്ട്രീറ്റിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ നെസ്റ്റേഷ്യയുടെ ഒരു റുഡോൾഫ്, അതായത് ഈ ഒരു റെയിൻഡിയറിന്റെ ഐറ്റം ഉണ്ട്. പിന്നെ ഇപ്പൊ ജോ വെച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് എന്റെ കസിൻസ് ഞങ്ങൾക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് തന്നതാട്ടോ. ഇത് രസമുള്ള ഡെക്കോറാന്നറിയാവോ, അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ലിവിംഗ് റൂം കഴിഞ്ഞു. ഇനി നമ്മൾ ഡെക്കറേറ്റ് ചെയ്തത് ഈ ഒരു TV യൂണിറ്റ് ആണ്. ഇവിടെ അത്യാവശ്യം നന്നായിട്ട് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട് ഈ TV യൂണിറ്റിന്. പക്ഷെ അങ്ങനെ ഒരുപാട് വെക്കുന്നില്ല, കുറച്ച് ഐറ്റംസ് ഒക്കെ ഉള്ളൂ. ഇപ്പൊ ദേ ജോ വെച്ചിരിക്കുന്ന ആ ഒരു പാപ്പാനിയുടെ ഡെക്കോറും എനിക്ക് എൻ്റെ കസിൻസ് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത്തവണ നമ്മൾ പോയപ്പോൾ ബ്രോഡ്വേയിൽ നിന്ന് മേടിച്ചാട്ടോ ഡെക്കോറൈസ് ഐറ്റംസ് ഒക്കെ. അപ്പൊ അതൊക്കെ വെച്ച് അവിടെ ഒന്ന് സെറ്റ് ചെയ്തു. ശരിക്കും എനിക്ക് അവിടെ കുറച്ചും കൂടി ഡെക്കറേഷൻ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അടുത്ത വർഷം ചെയ്യാം, കുറച്ചുകൂടി ഐറ്റംസ് ഒക്കെ കളക്ട് ചെയ്യട്ടെ. പിന്നെ അടുത്തത് നമുക്ക് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് അന്ന് നമ്മൾ സെറ്റ് ചെയ്ത റെയിൻഡിയറിനെ ഫിക്സ് ചെയ്യാന്നുള്ളതാ. അപ്പൊ അത് എവിടെ വെക്കണം എന്നുള്ളത് ഒരു വലിയ കൺഫ്യൂസ്ഡ് ക്വസ്റ്റൻ ആയിരുന്നു. കാരണം അത് നന്നായിട്ട് നല്ല ലൈറ്റുള്ള ഒരു റെയിൻഡിയറാ. അപ്പൊ അത് എവിടെയെങ്കിലും വെച്ചാൽ നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് വെക്കണ പൊസിഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ തപ്പി പിടിച്ച് നമ്മൾ അത് TV യൂണിറ്റിന്റെ മേലെ വെച്ചു. പിന്നെ ഈ ഹാങ് ചെയ്യുന്ന റെഡ് കളറിലെ ഫ്ലവേഴ്സിന്റെ ആ ഒരു ഇതും പിന്നെ ഡോറിൽ വെക്കുന്ന റീത്തും അതൊക്കെ നെസ്റ്റേഷ്യയുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്ത് തന്നെ കേട്ടോ. ഇനി ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം സ്റ്റാർ. ഇതും പേപ്പർ സ്റ്റാർ ആണ്. സെറ്റ് ഓഫ് 12 നമ്മൾ ലുലുന്ന് മേടിച്ചതാണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പേപ്പർ സ്റ്റാർ. അപ്പം അതുകൊണ്ട് ആ കൊതിക്ക് ഞാൻ മേടിച്ചിട്ട് ഇദ്ദേഹം എനിക്ക് ഇതെല്ലാം ആ ലോഫ്മെന്റ് ഫ്ലോറയിലെ ഹുക്കിൽ നിന്ന് ഇങ്ങനെ ഹാങ് ചെയ്ത് തരികയാണ്. നല്ല രസമില്ലേ? ഇത്തവണ പിന്നെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു വലിയ ചേഞ്ചാണ് കേർട്ടൻ മാറ്റുക എന്നുള്ളത്. ആക്ച്വലി ഇവിടുത്തെ കേർട്ടൻ മാറ്റണം എന്ന് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു. ഇത് തന്നെ നമ്മൾ കഴുകിയിടും അങ്ങനെയായിരുന്നു. അപ്പോൾ ഫൈനലി ഇത്തവണ ക്രിസ്മസിന് എന്തായാലും മാറ്റണം എന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡെക്കറേഷൻ അല്ലെങ്കിൽ ഒരു സീസണാണിത്. അപ്പോൾ എൻ്റെ എന്തെങ്കിലും ഒരു പേഴ്സണൽ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ടച്ച് അതിൽ കൊണ്ടുവരണം എന്നെനിക്കൊരു ആഗ്രഹം ഉണ്ടായി. അപ്പം ഞാൻ തീരുമാനിച്ചു ഇത്തവണ കേർട്ടൻ, അതുപോലെ ടേബിൾ റണ്ണർ, ഡൈനിങ് ടേബിൾ റണ്ണർ, ഇതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തിടാം, എനിക്കറിയാവുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തിടാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ പുളിമൂട്ടിൽ നിന്ന് കേർട്ടൻ്റെ ക്ലോത്ത് മേടിച്ചു. ആ ക്ലോത്തിൽ റെഡും ഉണ്ട് അതുപോലെ വൈറ്റും ഉണ്ട്, എല്ലാം ചെക്കാണ്. അതിൽ റെഡ് കൊണ്ടിട്ടാണ് ഞാൻ ടേബിൾ റണ്ണർ ചെയ്യുന്നത്, ഡൈനിങ് ടേബിൾ റണ്ണർ ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന ഡെക്കറേഷൻ. ഡൈനിങ് ടേബിളിന് നമ്മൾ മെയിനായിട്ടും ഈ ഒരു റണ്ണർ വെച്ചപ്പോൾ തന്നെ നല്ലൊരു ഡിഫറൻസ് വന്നു. പിന്നെ ഞാൻ ആമസോണിൽ നിന്നൊരു ട്രേ മേടിച്ചിട്ടുണ്ടായി, അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം, ടാഗ് ചെയ്തേക്കാം. പിന്നെ ഇതുപോലത്തെ കുഞ്ഞു ഡെക്കോർ പീസസ് ഒക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നതും പിന്നെ ഇത്തവണ നമ്മൾ ബ്രോഡ്വേയിൽ നിന്ന് മേടിച്ചതും ഒക്കെ വെച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡൈനിങ് ടേബിൾ നല്ല രസമായിട്ട് മാറി കേട്ടോ. എൻ്റെ ഇനീഷ്യൽ പ്ലാനിൽ ഐലറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള കേർട്ടൻ ആയിരുന്നു. പക്ഷേങ്കിൽ ടൈം കൺസ്ട്രെയിൻസ് ഉള്ളത് കൊണ്ട് തൽക്കാലം ഐലറ്റ്സ് വെച്ചില്ല, അല്ലാതെ നോർമൽ കേർട്ടൻ ആയിട്ട് ചെയ്തു. ഇനിയിപ്പം ഈ സീസൺ കഴിഞ്ഞ് നമ്മൾ ഒന്നും കൂടി എടുത്തിട്ട് ഐലറ്റ്സ് ഒക്കെ വെക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്തായാലും ഐലറ്റ്സ് ഇല്ലാതെ ചെയ്തിട്ടും കുഴപ്പമൊന്നുമില്ല. കാരണം 60 ഇഞ്ചിന്റെ വിട്ടുള്ള കേർട്ടൻ തുണിയാണ് നമ്മൾ മേടിച്ചത് പുളിമൂട്ടിൽ നിന്ന്. അപ്പം നന്നായിട്ട് ചുരുങ്ങി കിടക്കുന്നുണ്ട്.
അപ്പൊ അത് റെഡി. പിന്നെ നമ്മൾ ഈ ഒരു ലെഡ്ജസ് അതെല്ലാം ഇതുപോലത്തെ ഡെക്കോർ പീസസ് ഒക്കെ വെച്ചിട്ട് അതും കൂടെ ചെയ്തു. ഇതെല്ലാം കോട്ടയത്ത് നിന്ന് തന്നെ മേടിച്ചതാണ്. നല്ല രസമുള്ള ബെല്ലും കുഞ്ഞു ട്രീയും ഒക്കെ, ഇതൊക്കെ ഒരുപാട് ഇപ്പം അവൈലബിൾ ആണ് ഈ ക്രിസ്മസ് മാർക്കറ്റിലും അല്ലെ അങ്ങനത്തെ ഷോപ്സിലൊക്കെ. കാണാൻ തന്നെ രസം. അപ്പം ഞാൻ കുറച്ചൊക്കെ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ അത് കഴിഞ്ഞു. ഇനി നമ്മൾ സ്റ്റെയർ കേസ് ഡെക്കറേറ്റ് ചെയ്യാൻ പോവാ. ശരിക്കും ഇത്തവണ ക്രിസ്മസ് ഡെക്കറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്ത കാര്യം ഈ ഒരു ഹാൻഡ് റെയിൽ മുഴുവനും ഇങ്ങനെ ഗ്രീൻ ആൻഡ് റെഡ് കളറിലാക്കുക എന്നുള്ളതായിരുന്നു. അപ്പം നമ്മൾ ബ്രോഡ്വേയിൽ നിന്നും പിന്നെ ഞാൻ പറഞ്ഞില്ലേ കോട്ടയത്തെ ആ ഒരു ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ഈ ഗ്രീൻ ആൻഡ് റെഡ് കളറിലെ ഗാർലൻഡ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ റാപ്പ് ചെയ്ത് വന്നു. അതിന്റെ മേലെ കൂടെ നമ്മൾ ചെറുതായിട്ട് മറ്റേ വാം ലൈറ്റും കൂടി ഇങ്ങനെ ചുറ്റി വന്നു. അതായിരുന്നു ഞങ്ങൾ ഹാൻഡ് റെയിലിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ നമ്മൾ സന്ധ്യയൊക്കെ കഴിഞ്ഞ് ലൈറ്റൊക്കെ ഇടുമ്പം ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഡെക്കറേഷൻ ആയിരുന്നു അത്. നല്ല രസമാണ് കാണാനായിട്ട്. അതാണ് നമ്മുടെ ഒരു ചേഞ്ച്. പക്ഷെ അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഇത്തവണത്തെ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഹേവനെ റെഡിയാക്കിയത്. ഇനി ഫൈനൽ ലുക്ക്.